കൊല്ലം തലവൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂള് ഇന്ന് നല്ലൊരു കെട്ടിടമില്ലാത്ത ദുരവസ്ഥയിലാണ്. കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നതാണ് ഉയരുന്ന ആവശ്യം. 1860 സ്ഥാപിച്ചതാണ് തലവൂരിലെ ഈ സർക്കാർ UP സ്കൂൾ. നടുത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ നിന്ന് മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ വലയുകയാണ്. സ്കൂളിന് നല്ലൊരു കെട്ടിടമില്ലെന്നതാണ് പ്രധാന പ്രശ്നം. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ഭിത്തികളിലെ വിള്ളലുകളും പുറമേയുള്ള ഭാഗങ്ങൾ അടർന്നു വീണിട്ടുള്ളതും വ്യക്തമായി കാണാം. ക്ലാസ് മുറികളുടെ ജനാലകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകളുണ്ട്. മഴ പെയ്താൽ പല ഭാഗങ്ങളിലും ചോർച്ചയാണ്. വർഷങ്ങളായുള്ള സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സ്ഥലം MLA കൂടിയായ മന്ത്രി KB ഗണേഷ് കുമാറിന് മുൻപ് പരാതി നൽകിയിരുന്നു. അടിയന്തരമായി പരിഹാരം കണ്ടെത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്ന് ജനപ്രതിനിധികളടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-4.5 വർഷം മുതൽ ഇതിന് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പോകേണ്ടിവരെയൊക്കെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാനും തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന സംഘം പോയിട്ട് 6 മാസത്തിന് മുമ്പ് പോയി. അതിൻ്റെ ഏകദേശം അന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് ഈ സ്കൂൾ. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഇതുവരെ അത് അടുത്ത അധ്യയന വർഷം തുടങ്ങി 180ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. LKG മുതൽ 7ാം ക്ലാസ് വരെ. സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കാലപ്പഴക്കത്തിനാൽ 2 വർഷങ്ങൾക്ക് മുൻപ് റദ്ദാക്കി. നിലവിൽ ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികളുള്ളത്. ഈ കെട്ടിടവും തകർച്ചയുടെ വക്കിലാണ്. 170ഓളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല, അൺഫിറ്റായി പോയ ഒരു കെട്ടിടമാണ്. അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ഇതുവരെ ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ബഹുമാനായ MLA ഒക്കെ ഇവിടെ വന്നിരുന്നു, മന്ത്രി. അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. 1 മുതൽ 7ാം ക്ലാസും കിൻഡർ ഗാർഡനും ചേർത്ത് 10 ഡിവിഷനുകളിലായി 170ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിരുന്നു പഠിക്കുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ജനം, കൊല്ലം.